ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അതെ, ഓൺ വോയിസ് വന്നിട്ട് കുറേ ദിവസങ്ങളായി. അപ്പം വീഡിയോസൊന്നും കാണാത്തത് കൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കൽ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ. എവിടെയാണ്, എന്താണ്, എന്താ വീഡിയോസൊന്നും ചെയ്യാത്ത എന്നൊക്കെ ചോദിച്ചിട്ട്. അതേപോലെ ലാസ്റ്റ് ഓൺ വോയിസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൈക്ക് ചെറിയൊരു വിഷയം പറ്റിയിട്ടുണ്ട്, കൈയൊന്നും മടങ്ങി കുത്തിപ്പോയിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് പറ്റി, അതുകൊണ്ടാണോ ഓൺ വോയിസ് വരാത്തത്, അല്ലെ അതുകൊണ്ടാണോ വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തത്, എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഒരാൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മറുപടി കൊടുക്കാം, ഒന്നിലും പത്തിലും കൂടുതലാണെങ്കിൽ നമുക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റൂല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോസായിട്ട് തന്നെ ചെയ്ത് പോസ്റ്റ് ചെയ്യാം. അപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ എന്നെ കാണാതിരിക്കുമ്പോഴേക്കും എന്നെ അന്വേഷണമായിട്ട് വരുന്നത്. ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് എനിക്കറിയില്ല. എന്നെ കണ്ടിട്ടില്ലെങ്കിൽ അന്വേഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരാണോ, അല്ലെ നല്ലത് പറയുന്നവർ കുറവാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് പലരും മെസ്സേജ് അയക്കാറുണ്ട്, കമൻ്റ് ഇടണമെന്നുണ്ട്. പക്ഷെങ്കിൽ ആ കമൻറ്റിൻ്റെ താഴെ വന്നിട്ട് തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നല്ല കമൻ്റൊന്നും ഇടാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമൻ്റ് ഇടാത്തത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർ സത്യം പറയാച്ചാൽ ശത്രുവാണോ മിത്രമാണോ എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. കാരണം അവരുടെ എന്താ പറയുക, നമ്പർ വാട്സപ്പ് ID ആയിരിക്കില്ല, ചിലപ്പം ഇമെയിൽ ID ഉണ്ടാവുക. വ്യാജ IDയിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട്, യഥാർത്ഥ IDയിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ ഗണത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ കുറ്റം പറയാനാണോ നല്ലത് പറയാനാണോ എന്നുള്ളത് അറിയില്ല. അപ്പം എന്ത് തന്നെ ആയിക്കോട്ടെ, നല്ലത് പറയുന്ന പോലെ ആയിക്കോട്ടെ, കുറ്റം പറയുന്ന പോലെ ആയിക്കോട്ടെ, ആര് തന്നെയാണെങ്കിലും എന്നെ കണ്ടിട്ടില്ലെങ്കിൽ അന്വേഷിക്കണമെന്നുണ്ടല്ലോ, അതെന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം. കാരണം നമുക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ്, ഭക്ഷണം കഴിച്ചോ, എന്താണ് എന്ന് ചോദിക്കാനുള്ള ഒരാളാണ്. അതാണ് ഇപ്പോഴത്തെ കാലത്ത് പലർക്കും ഇല്ലാത്തത്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല വെച്ചാൽ, അല്ല 2 ദിവസം എന്നെ സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ല വെച്ചാൽ, അപ്പോഴേക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ശത്രുക്കളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും അവർക്ക് അറിയാൻ ആകാംക്ഷയുണ്ടേ എന്ത് പറ്റി എന്നുള്ളത്. ആദ്യമേ തന്നെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, സമയം എന്ന് പറഞ്ഞൊരു സംഭവം വളരെ കുറവായതുകൊണ്ടാണ് വീഡിയോസ് എന്ന് പറയുന്ന സംഭവം കുറഞ്ഞു പോയത്. ഒന്നാമത് പിന്നെ മതം ഇല്ലാത്ത എനിക്ക് എന്ത് നോമ്പ് എന്നായിരിക്കും ഞാൻ അടുത്ത കാര്യം പറയുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വരിക. അപ്പോൾ എനിക്ക് അവരോടായിട്ട് പറയാനുള്ളത്, മതം ഉപേക്ഷിച്ചത് ഞാൻ മാത്രമാണ്. തട്ടം വേണ്ടാന്ന് വെച്ചതും മതം ഉപേക്ഷിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ഇസ്ലാം മതത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും അവിടെ താഴെ വന്ന് കമൻ്റ് ഇടും, നീ മതം വിട്ടതല്ലേ, നിനക്ക് മതമില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിന് നീ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റിലേ ഇങ്ങനത്തെ ഒരു വാക്ക് ഞാനിവിടെ വയ്ക്കുന്നത്. മതം ഉപേക്ഷിച്ചത് ഞാൻ മാത്രമാണ്, മതം വേണ്ട എന്ന് പറഞ്ഞതും ഞാൻ മാത്രമാണ്, തട്ടം ഉപേക്ഷിച്ചതും ഞാൻ മാത്രമാണ്. അല്ലാതെ എൻ്റെ ഫാമിലിയോ എൻ്റെ മക്കളോ എൻ്റെ ഭർത്താവോ ഒന്നുമല്ല. അപ്പം നമ്മളൊരു ഫാമിലിയിൽ നിൽക്കുന്ന സമയത്ത് ആ ഫാമിലിയിലുള്ള ആൾക്കാരുടെ കാര്യവും കൂടിയും നമ്മൾ നോക്കുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ കൂടും കുടുംബവും ഇല്ലാത്ത ആൾക്കാരായിരിക്കണം. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഓക്കെ, ഒരു വിഷയവുമില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഫാമിലി ഉണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എൻ്റെ മക്കളൊക്കെ എന്ന് വെച്ചാൽ നോമ്പെടുക്കുന്ന ആൾക്കാരാണ്. ഈ കഴിഞ്ഞൊരു എനിക്ക് പറഞ്ഞില്ലേ ഒരു മോശം അനുഭവം ഉണ്ടായ ഒരു ഇൻ്റർവ്യൂ, അതിൽ ആ ഇൻ്റർവ്യൂ അവതാരിക ചോദിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിന് മക്കളെ ഇന്ന മതസ്ഥരായിട്ട് വളർത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളോട് ഇന്ന മതസ്ഥരായിട്ട് ജീവിക്കൂ എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ ജനിച്ചപ്പം തൊട്ടിട്ട് ഫോളോ ചെയ്ത് പോരുന്ന കുറച്ച് കാര്യങ്ങൾ. എൻ്റെ മോന്
5 വയസ്സുള്ളപ്പോൾ അങ്ങാണ്ടാണ് ഞാൻ ചിത്രം വര തുടങ്ങുന്നത്. 4 5 വയസ്സുള്ള സമയത്ത്. അതുവരെ കുട്ടിക്കാലത്ത് പതിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ മരണം വരെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ? അതുവരെ അവൻ ഫോളോ ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ അവനിപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ നോമ്പെടുക്കണ്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേരോടും, കാരണം സ്വർഗം എന്നുള്ളൊരു വിശ്വാസത്തിനേക്കാട്ടിലുപരി അവർ സ്കൂളിൽ പോകുന്നതാണ്, അവൻ എക്സാമൊക്കെ അടുത്തതാണ്, അപ്പോൾ പഠനത്തിലും കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറയാറുണ്ട്, മോനെ നോമ്പെടുക്കണ്ട, നോമ്പെടുക്കാതെ നിൽക്ക് എന്ന് പറയുമ്പം അവൻ തിരിച്ചെന്നോട് പറയുന്നൊരു കാര്യമാണ്, അമ്മ മനഃപൂർവ്വം ആരും പട്ടിണി അടക്കാൻ നിൽക്കൂല, ഒരാളും മനഃപൂർവ്വം പട്ടിണി കിടക്കൂല. അപ്പം മറ്റൊരാളുടെ എന്ന് വെച്ചാൽ ഒരു നേരം ആഹാരമോ വെള്ളമോ കിട്ടാത്ത ഒരാളുടെ വിഷമോ സങ്കടമോ എൻ്റെ അടുത്ത് വന്ന് പറയുക വെച്ചാൽ അതെനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ നോമ്പ് ഞാൻ എടുത്തേ പറ്റുള്ളൂ ഉമ്മ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നോമ്പെന്ന് പറയുന്നൊരു സംഭവം അതിനുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ പട്ടിണി കിടക്കുന്ന ആൾക്കാരുടെ വിഷമവും സങ്കടവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു കാര്യം അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നോമ്പെന്ന് പറയുന്നൊരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ ആരും പട്ടിണി കിടക്കാൻ പോകുന്നില്ല. വെള്ളവും കുടിക്കും, ആഹാരവും കഴിക്കും, എന്തെങ്കിലും ഒരു ആഹാരമല്ലേ എന്തെങ്കിലും എടുത്ത് കഴിക്കും നമ്മൾ വിശന്നാൽ. അപ്പം എനിക്ക് എൻ്റെ മുമ്പിലിപ്പം വിശന്ന് വരുന്ന ഒരാൾ എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആ ആളുടെ വിഷമവും സങ്കടവും എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ നോമ്പെടുത്തേ പറ്റുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഓക്കെ നോമ്പെടുത്തോ, കാരണം നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ മോള് എടുക്കൊക്കെ നോൽക്കാറുള്ളൂ കേട്ടോ. അവൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും അവളെ കൊണ്ട് നോറ്റിട്ട് പോകാനാവില്ല. കാരണം പണ്ടത്തെ കാലഘട്ടം നല്ല മക്കളെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേരുടെ കയ്യിലുള്ള ബാഗ് കണ്ടിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും അത് പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മോളിത് എങ്ങനെയാണ് താങ്ങി പോകുന്നതെന്ന്. അപ്പം ഈ ബാഗും എല്ലാം കൂടി ആയിട്ട് കുറച്ച് പോകാനുണ്ട് അവർക്ക് സ്കൂളിലേക്ക്. കുറച്ച് നടന്നിട്ട് പോകണം, പിന്നെ ബസ്സിന് പോകണം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് പിള്ളേർ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടായിട്ട് കുട്ടികളെ ഇത്രയും ലോങ്ങൊക്കെ സ്കൂളിൽ ചേർത്തണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും വരും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ മക്കൾ 4ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് മോന് പിന്നെ ഒരു ടീച്ചർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ കുട്ടീനെ എന്നെ സ്കൂളിൽ കൊണ്ടുവച്ച് ചേർത്തണം എന്ന് പറഞ്ഞു. ആ ടീച്ചർക്ക് ഓരോരുത്തർക്ക് ഉണ്ടാവില്ല എത്ര കുട്ടികൾ വേണമെന്നുള്ളത്. അപ്പം ആ കുട്ടികളില്ലെങ്കിൽ ടീച്ചറുടെ ജോലിയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ കൊയിലാണ്ടി അല്ലെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു 2.5-3 കിലോമീറ്റർ പരിധിയിൽ എത്രയോ സ്കൂളുകളുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് നമ്മളോടൊരു സഹായം ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതിന് ഒരു വിരോധമില്ല. അപ്പം ഞാൻ 2 പേരോട് ചോദിച്ചു, കാരണം അന്ന് 2ാമത്തെ ആളെ സ്കൂൾ മാറ്റാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, മോനോടും ചോദിച്ചു, ഇങ്ങനെയാണ് സംഭവം, നിങ്ങൾക്ക് കുറച്ച് ലോങ് ഉണ്ട്, സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ബുദ്ധിമുട്ടില്ല. അവരും അതാ പറയുന്നത്, നമ്മുടെ വീട്ടിലൊരാൾ വന്നിട്ട് നമ്മളോടൊരു സഹായം ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്നതാണ് അത് ചെയ്തു കൊടുക്കല്ലേ ഉമ്മ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ, വിരോധമല്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇത്രയും ലോങ്ങിൽ നമ്മൾ സ്കൂളിൽ കൊണ്ടുവച്ച് ചേർത്തുന്നത്. അപ്പോൾ സ്കൂളിൽ അവിടെ കൊണ്ടുവച്ച് ചേർത്തി. അപ്പോൾ ഈ മോൾക്ക് ഇത്രയും ലോങ് പോകുന്ന സമയത്ത് എന്താ പറയുക, വാടിയ റോസാപ്പൂ പോലെയാണ് തിരിച്ച് വരിക. അപ്പോൾ അവളെ കൊണ്ട് നോമ്പും കാര്യങ്ങളൊന്നും നോക്കാനാവില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ കാരണം. വീട്ടിൽ മക്കൾക്ക് നോമ്പുണ്ട്. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം എന്ന് പറയുമ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും അവരുടെ മനസ്സിനിണങ്ങിയ ആഹാരങ്ങൾ, അവരുടെ കണ്ണിറയെ കാണാനുള്ള ആഹാരങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുക എന്ന് പറയുന്നത് വയറ് കത്തി നിൽക്കുന്ന സമയത്ത് ഈ ഹോട്ടൽ ഫുഡ് മേടിച്ചു കൊടുക്കുന്നത് നല്ലതല്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരിയാണ് ഞാൻ. എന്നാലും സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്നാക്സ് മേടിച്ച സമയത്തും ഞാൻ ഫുഡ് മേടിക്കാൻ നിന്നിട്ടില്ല. എല്ലാം കൂടി ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് അതൊരു ബുദ്ധിമുട്ടാവണ്ട, കാരണം നല്ല ചൂട് കാലവും കൂടിയാണല്ലോ പോകുന്നത്.
എന്തെങ്കിലും ഒരു ഭക്ഷണം വയറിന് പിടിച്ചിട്ടില്ലെങ്കിൽ അതവരെ ഒന്നായിട്ട് തളർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമല്ലോ. അതുകൊണ്ട് അവർക്ക് മനസ്സിനിണങ്ങിയ, അവർക്ക് കണ്ണ് നിറയെ കാണാനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കേണ്ടതുകൊണ്ട് മറ്റേ നമുക്കൊരു ചോറും കറിയും അതിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി. ഇതങ്ങനെ പോരാ. സ്നാക്സ് വേണം, ജ്യൂസ് വേണം, വേറെ എന്തെങ്കിലും പത്തിരിയാണെങ്കിൽ പത്തിരി, പുട്ട്, അല്ലെങ്കിൽ ദോശ, വെള്ളപ്പം, അങ്ങനെ ചിലപ്പം നെയ്ച്ചോറായിരിക്കും. അങ്ങനെ അങ്ങനെ ഇവർക്ക് എന്തെങ്കിലും 2-3 ഐറ്റംസ് വേണം. അപ്പോൾ വരച്ച് കഴിഞ്ഞെങ്ങാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ചിലപ്പം വരയ്ക്കാനിരിക്കും, ചിലപ്പോൾ കിടന്നുറങ്ങും. ഇതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവ് ആവാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം നമുക്ക് ജീവിക്കാനുള്ള പണം കിട്ടിയാൽ മതി, അല്ലേ? ആർത്തി മൂത്തിട്ട് നമ്മൾ പണമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമ്പാദിച്ചാൽ മതി. അതെനിക്ക് നിലവിൽ കൃഷ്ണനെ വരച്ചിട്ട് കിട്ടുന്നുണ്ട്. കൃഷ്ണനെ വരച്ച് കിട്ടുന്നതിനെക്കാട്ടിലും 2 ഇരട്ടി എനിക്ക് എന്താ പറയുക, എൻ്റെ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കൂടിയായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തടി അനങ്ങാതെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി, അത് വാച്ചിങ് ഹവേഴ്സിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതല്ല, എനിക്ക് കഷ്ടപ്പെട്ട് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് എന്താക്കും, ഓർഡർ ഉള്ളത് വരച്ച് തീർക്കും. സോഷ്യൽ മീഡിയ ഒരു എന്താ പറയുക, സെക്കൻഡ് ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും ഈ ഫോട്ടോക്കാരനാണ്. അപ്പോൾ ഫോട്ടോ വരച്ച് പിന്നെ ഈ ഒരു സന്ധ്യാസമയമാകുമ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അത് കഴിയുമ്പോഴേക്കും ഞാനാകെ ടയേർഡാവും. ഈ ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. ഇത് എല്ലാവരും ചെയ്യുന്നതാണ്, വീട്ടിൽ എല്ലാ സ്ത്രീകളും ചെയ്യുന്ന ജോലികൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷേ എനിക്കത് കുറച്ച് അത്ഭുതമായിട്ട് തോന്നുന്നത് ഞാനതെടുത്ത് വലിയ ശീലമില്ലാത്തത് കൊണ്ടാണ്. ശീലമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ, വിരോധമല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ജോലിക്കാരിയെ വെച്ചാൽ പോരെ എന്ന് ചോദിക്കും. ആദ്യമൊക്കെ ഞാൻ ഇവിടെ എനിക്ക് സഹായത്തിന് ഒരു ഇത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊറോണ വന്ന സമയത്ത് പിന്നെ അവർ വരാതെ ആയി. പിന്നെ എനിക്ക് അതേപോലെ വിശ്വാസവും അതേപോലെ നമ്മുടെ മനസ്സിന് ഒരു തൃപ്തി വരൂലേ, അതും കിട്ടിയ ഒരാൾ ഇത് പിന്നീട് എനിക്ക് വന്നിട്ടില്ല. 1-2 ആൾക്കാർ വന്നു നോക്കി, പക്ഷെ എനിക്ക് അവരോട് അങ്ങോട്ട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല. നമുക്കൊരു ചിട്ടയും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു സ്ത്രീനെ ഇവിടെ കൊണ്ടുവച്ച് ആക്കിയിട്ട് അവർ ഈ പറഞ്ഞത് പോണം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാൻ പുറത്ത് പോകുമ്പോഴേക്കും ആൾ കിടന്നുറങ്ങും, വീട്ടിലെ ജോലി ഒന്നും ചെയ്യൂല. ഞാൻ വന്നാൽ ഷടപടേന്ന് പറഞ്ഞ് ഞാൻ തട്ടിക്കുടഞ്ഞ് എല്ലാ പരിപാടിയും എടുക്കുക. അപ്പോൾ എനിക്കത് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ആളെ പറഞ്ഞു വിട്ടു. പിന്നെ ഒരു കുട്ടീനെ ഇവിടെ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പഠിക്കുന്ന കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൾ പാർട്ട് ടൈം ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും വീട്ടിൽ ജോലിക്ക് നിൽക്കുക, അതേപോലെ തന്നെ പഠിക്കുകയും ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതിന് പഠിക്കാൻ പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും സഹായത്തിനൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പോൾ എവിടെയും കാണാത്തൊരു സംഭവം, എവിടെയും നടക്കാത്തൊരു സംഭവം വീട്ടിൽ നടന്നു. എന്താ വെച്ചാൽ, നമ്മൾ ചോറുണ്ടല്ലോ, സദാ അരി ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ സദാ ചോറുണ്ടല്ലോ, ഈ ചോറ് എന്ന് വെച്ചാൽ നമ്മുടെ നെയ്ച്ചോറോ ബിരിയാണിയോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. സദാ വെറുംചോറുണ്ടല്ലോ, അത് അടി പിടിക്കുന്ന, ചെമ്പിൻ്റെ അടിയിൽ പിടിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്ന ഒരു ചോറാണത്. അത് അടി പിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ കുട്ടി വീട്ടിലുണ്ട്, ഈ കുട്ടിക്ക് ഒരു ഫോണും ഉണ്ട്. അപ്പോൾ ഫുൾ ടൈം ഫോണിലാണ്. അപ്പം എൻ്റെ മക്കൾ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച് പഠിക്കുക കാര്യങ്ങളെങ്ങാനായിരിക്കും എന്ന് കരുതി ഞാനും വലിയ കാര്യം കൊടുത്തില്ല. കുട്ടി ആരുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു, അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെങ്കിൽ ഞാനിതൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരിഞ്ഞ സ്മെല്ല്, എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ അടുക്കളയിൽ പോയി നോക്കുന്ന സമയത്ത് ഈ ചോറടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ നടക്കുമെന്ന് വെച്ചാൽ വളരെ റെയറായിട്ട് നടക്കുകയായിരിക്കും. എനിക്ക് ഭയങ്കര വിഷയം വന്നു അത്. കാരണം ഒരു വീട്ടിൽ
അങ്ങനെയൊക്കെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ അടി പിടിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ സദാ വെറുംചോറ് അടി പിടിക്കുക എന്ന് പറയുന്നത് അത് അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമാണ്. അതോടുകൂടെ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ കുറച്ച് കാലം എൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണ്, കുട്ടി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് മെല്ലെ നൈസായിട്ട് ഒഴിവാക്കി. ഈ 2 പരീക്ഷണത്തിനേ ഞാൻ നിന്നിട്ടുള്ളൂ. മൂന്നാമതൊരു പരീക്ഷണത്തിന് ഞാൻ നിന്നില്ല. പിന്നെ എൻ്റെ എനിമികളിൽ പലരും കളിയാക്കുന്നൊരു സംഭവമുണ്ട്, കുട്ടികൾ ജോലി എടുത്ത് തരുന്നു എന്ന് പറയുന്നത്. അത് വലിയ മോശമുള്ള പരിപാടിയൊന്നുമല്ല. എൻ്റെ മക്കൾ അത്യാവശ്യം ചായ ഉണ്ടാക്കും, അത്യാവശ്യം നമ്മുടെ ഹാഫ് കുക്ക് ചപ്പാത്തി ആണെങ്കിലും അതവർക്ക് ചുടാനറിയാം. അതിന് ചെറിയൊരു തട്ടിക്കൂട്ടി കറിയും ഉണ്ടാക്കാനറിയാം. ഇതൊക്കെ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കെന്തെങ്കിലും വയ്യാതെ വന്ന് കിടന്നു പോയാൽ ഇവർ ഹോട്ടലിനെ ആശ്രയിക്കേണ്ടി വരും. അതിനേക്കാട്ടിലും നല്ലത് അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പൊടിക്കൈകൾ അറിയാമെങ്കിൽ അവർക്ക് തന്നെ കുക്ക് ചെയ്ത് അവർക്ക് തന്നെ കഴിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ഹെൽത്തിന് നല്ലത്. അതുകൊണ്ട് അതൊക്കെ അത്യാവശ്യം ഞാൻ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളും കൂടി ഹെൽപ്പ് ചെയ്തോളാം, നമുക്കാരെയും വേണ്ട എന്നുള്ള തീരുമാനം അവരും കൂടി പറഞ്ഞതുകൊണ്ട് പിന്നീട് ഞാൻ ആരെയും പരീക്ഷിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് ചിലപ്പോൾ പാത്രം കഴുകാനുള്ള സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചാൽ കൈക്കൊരു വീക്കം വരാനൊക്കെ ഉണ്ട്. കൈക്ക് വീക്കം വരിക, വിരലുകൾ മടങ്ങാതിരിക്കുക, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ഈ പറഞ്ഞതുപോലെ പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വന്ന് അവരുടെ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ എന്നെ അടുക്കളയിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്യൽ കുറഞ്ഞത്. കാരണം നോമ്പിൽ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, വരയ്ക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വരച്ചത് കൊറിയർ ചെയ്യാൻ കൊണ്ട് കൊടുക്കണം, സാധനങ്ങൾ മേടിക്കാൻ പോകണം. അപ്പോൾ ഞാൻ വര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ചതാണ്. കാരണം നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണ്. നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുന്നതും കൊറിയർ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർക്ക് എന്തില്ലാതെ നമ്മളെ അടിച്ചമർത്തണം എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഫോക്കസ് ചെയ്ത് പോരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അതാ നമ്മൾ എത്ര വരയ്ക്കുന്നുണ്ട്, നമുക്ക് എത്ര ഓർഡർ ഉണ്ട്, നമ്മൾ എത്ര ഫോട്ടോ കൊറിയർ ചെയ്യുന്നുണ്ട്, ആരെ ബോധിപ്പിക്കണം? എനിക്കിപ്പം ഓർഡർ കിട്ടാനാണെങ്കിൽ എന്നോട് മേടിക്കേണ്ട ആൾക്കാർ എന്നോട് മേടിക്കുക തന്നെ ചെയ്യും. അത് ദൈവം തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ജിസ്ന സലീം വരച്ച ഫോട്ടോ ഇന്ന വ്യക്തിയുടെ വീട്ടിൽ എത്തണമെന്ന് ദൈവം തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നടക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നല്ലാതെ ഞാൻ എത്ര വരച്ചു, എത്ര ഫ്രെയിം മേടിച്ചു, എന്തോരം പെയിൻറ്റ് മേടിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പുറത്ത് വിടുന്നില്ല എന്ന് വിചാരിച്ചു. അത് നമുക്ക് മിത്രങ്ങൾ ഉണ്ടാക്കി തരുന്നതിനെക്കാട്ടിലും കൂടുതൽ ശത്രുക്കളാണ് ഉണ്ടാക്കി തരിക. പിന്നെ എൻ്റെ ഉമ്മ എപ്പോഴും വരും, മോളെ നീ ഇങ്ങനെ ഓരോന്ന് പോസ്റ്റ് ചെയ്യല്ലേ, കാരണം നല്ലത് പറഞ്ഞാലും മതി. ദൃഷ്ടി എന്ന് പറയുന്ന സംഭവം ഉള്ളൊരു സാധനമാണ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം നിന്നെ എന്താ പറയുക, അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. അതേപോലെ എന്ന് വെച്ചാൽ ഒരുപാട് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കിട്ടാത്ത ഓർഡർ നിനക്ക് കിട്ടുമ്പോൾ എല്ലാവരിലും നിന്നോടുള്ളൊരു ശത്രുത കൂടുക എന്നല്ലാതെ ആരും നീ നന്നാവണം എന്ന് വിചാരിക്കില്ല എന്നാണ് സത്യമാണ്. ഞാൻ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ എനിക്കൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയ ആളാണ്. വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യൽ തുടങ്ങിയപ്പോഴാണ് ഓരോരുത്തർക്ക് കുരുപൊട്ടൽ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത്? നമുക്ക് ഇത്ര ഫോട്ടോ ഓർഡർ ഉണ്ട്, ഇത്ര ഫോട്ടോ നമ്മൾ ചെയ്തു, ഇത്ര പെയിൻറ്റ് നമ്മൾ മേടിച്ചു, ഇത്ര ഫ്രെയിം നമ്മൾ മേടിച്ചു. ആരെ ബോധിപ്പിക്കണം? നമുക്ക് ഓർഡർ ഇല്ലാതിരിക്കുകയാണ് എന്ന് മറ്റൊരാൾ പറയുന്നത് കൊണ്ട് നമ്മൾ ഒന്നും ആയി പോകുന്നില്ല. അവരവിടെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് ഉമ്മാൻ്റെ വാക്ക് ധിക്കരിക്കേണ്ടാലോ എന്ന് കരുതി ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് എനിക്കും തോന്നി. അപ്പം അങ്ങനെയാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം ചോദിച്ചത്, എൻ്റെ കൈക്ക് എങ്ങനെയുണ്ടെന്ന്. എൻ്റെ കൈക്ക് 2 ദിവസത്തേക്ക് ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടായിരുന്നു. കൈ എനിക്ക് മടക്കാനോ നിർത്താനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, റൈറ്റ് ഹാൻഡിനായി പറ്റിയതുകൊണ്ട് ഒരുപാട് എന്താ പറയുക, നമ്മുടെ ബാൻഡേജിൻ്റെ കളക്ഷൻ എൻ്റെ കയ്യിലുള്ളതാണ്. സാരി കളക്ഷൻ, ഓർണമെൻറ്റ്സ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അതിൽ റൈറ്റ് ഹാൻഡിൻ്റെ ബാൻഡേജ് ഒരുപാട് കളക്ഷൻ എൻ്റെ കയ്യിലുള്ളതാണ്.
അപ്പോൾ ഇപ്പം നമ്മൾ ഡോക്ടറെ കാണിക്കുകയാണെങ്കിലും അവർ ഇവിടെ ഇതിന് കവർ ചെയ്യാൻ തക്കത്ത രീതിയിൽ ഒരു ബാൻഡേജ് ചെയ്ത് തരും. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാണ് ഡോക്ടർ കാണിക്കുന്നത്, എൻ്റെ കയ്യിൽ തന്നെ ബാൻഡേജ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ബാൻഡേജ് ധരിച്ചു. അന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കി കേട്ടോ. ഫുഡ് ഞാൻ പുറത്തുനിന്ന് മേടിക്കാനൊന്നും നിന്നിട്ടില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നത് കുറച്ചു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ 2 ദിവസം കൈക്ക് ഒരു റെസ്റ്റ് കൊടുത്തു. 3-ാമത്തെ ദിവസമായപ്പോഴേക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ എടുക്കുന്നിടക്കും ഇവിടെ ഒരു തട്ടിപ്പോകുമ്പോൾ ഒരു വേദനയുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടും അല്ല ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൈക്ക് എന്താ പറ്റിയെന്നുള്ളതും വീഡിയോ എന്താ ഇടാത്തത് എന്നുള്ളതും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ തൊട്ടിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, മടി. അപ്പോൾ സോഷ്യൽ മീഡിയയിലും കൂടി ആവണമെന്ന് എനിക്കുണ്ട്. മാക്സിമം ട്രൈ ചെയ്യാം, അതേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ ബൈ പറയാണ്. എല്ലാവരും സുഖവും സേഫും ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും നന്ദി, നമസ്കാരം, ടാറ്റാ.